നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരിശോധിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞ കമ്മീഷൻ CBSE റീജിയണൽ ഡയറക്ടറോട് 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. CBSE നടപടിയെ അപലപിച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തി. ഇന്നലെ കണ്ണൂർ കുഞ്ഞിമംഗലം കൊവ്വുപുറത്തെ സ്വകാര്യ സ്കൂളിൽ നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനികളെയാണ് നിബന്ധനയുടെ പേരിൽ അടിവസ്ത്രമടക്കമഴിച്ച് പരിശോധന നടത്തിയത്. ലോഹക്കൊളുത്തുള്ള ബ്രാ ധരിച്ച വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് അടിവസ്ത്രം അഴിപ്പിച്ചതായാണ് പരാതി. ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും CBSE റീജിയണൽ ഡയറക്ടർ 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ ആക്ടിംഗ് അധ്യക്ഷൻ P. മോഹൻദാസ് ഉത്തരവിട്ടു. സംഭവം അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കത്തയക്കുകയും ചെയ്തു. മനുഷ്യാവകാശ ലംഘനം നടത്തിയ CBSEക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും CBSEയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. കുട്ടികളുടെ മാനസിക നിലയെപ്പോലും ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചു. CBSE നടപടിക്കെതിരെ നിയമസഭയിലും പ്രതിഷേധമുയർന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം. കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുന്ന പെൺകുട്ടികളെ സൗകര്യം പറയാനുള്ള തന്റെ ഇടം കാണിക്കണ്ടേ? ഈയിനം കാര്യങ്ങളിൽ ശക്തമായ നടപടി വേണമെന്നാണ് സാർ അഭിപ്രായം. മീഡിയ 1 തിരുവനന്തപുരം. നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനികൾ നേരിട്ട അപമാനവും മനുഷ്യാവകാശ ലംഘനവും എന്തുകൊണ്ടിവിടെ സംഭവിച്ചു? എങ്ങനെയാണ് ഈ നടപടിയെ ചോദ്യം ചെയ്യേണ്ടത്, നേരിടേണ്ടത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. എന്നോടൊപ്പം കണ്ണൂരിൽ പരീക്ഷ എഴുതി അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയ വിദ്യാർത്ഥിനി, ഒപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് എന്നിവർ ഈ ചർച്ചയ്ക്കിടെ ടെലിഫോണിൽ ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീ P. മോഹൻദാസ് ഉണ്ടാകും ഈ ചർച്ചയിൽ കൊച്ചിയിൽ നിന്ന് നേരിട്ട്. സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീമതി ചിന്താ ജെറോം തിരുവനന്തപുരത്ത്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കൊല്ലത്ത്, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OM ശാലീന കൊച്ചി ബ്യൂറോയിൽ. ഇവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അതിഥികൾ. ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. താങ്കളുടെ മകളാണോ പരീക്ഷ എഴുതിയത്? അതെ അതെ, എന്റെ മകളാണ് പരീക്ഷ എഴുതിയത്. എവിടെയാണ് പരീക്ഷ എഴുതിയത്? എന്താണ് അവർക്കുണ്ടായ അനുഭവം? പരീക്ഷ എഴുതിയിരിക്കുന്നത് പയ്യന്നൂരിനടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. അവിടെ കുട്ടി എത്തിയപ്പോൾ ഫ്രിസ്കിംഗ് സോണിൽ പോയ ഉടനെ ജീൻസിന്റെ ബട്ടൺ, അത് മെറ്റാലിക് ബട്ടൺ ആണെന്ന് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു വിട്ടു. ഒരു ബ്ലേഡ് എടുത്ത് ഞാൻ അതൊക്കെ അർത്ഥമാക്കി ഒരു സേഫ്റ്റി പിന്നൊക്കെ സംഘടിപ്പിച്ച് കുട്ടി കൊടുത്ത് എക്സാം ഹാളിലേക്ക് ആ ഫ്രിസ്കിംഗ് സോണിലേക്ക് വീണ്ടും പറഞ്ഞു വിടുന്നു. അപ്പോഴേക്ക് സമയം ഒരു 9:15 9:15 കാണും. കുട്ടി മോൾ വീണ്ടും കരഞ്ഞോട് തിരിച്ചു വേണ്ടി പറഞ്ഞു, ഈ ജീൻസിന് പോക്കറ്റ് ഉണ്ട്, പോക്കറ്റ് പെർമിറ്റഡ് അല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പോക്കറ്റ് മാറ്റണം എന്ന് പറഞ്ഞു. ജീൻസിന്റെ പോക്കറ്റ് അടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇരുന്ന് എക്സാം എഴുതാൻ പറ്റില്ല. അവിടുന്ന് ഈ സമയത്തുള്ളിൽ ഒരു 3-3.5 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു കട, അത് ഞായറാഴ്ചയാണ്, കട തുറന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ പോയി വേറെ ലെഗിൻസ് സംഘടിപ്പിച്ച് വേറെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ടാണ് എന്റെ കുട്ടിക്ക് കടത്തിവിടാൻ പറ്റിയത്. ശരി, ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിദ്യാർത്ഥിനികളും എന്തൊക്കെ വസ്ത്രങ്ങളിൽ അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിയുന്നതിൽ എന്തൊക്കെ പാടും എന്തൊക്കെ പാടില്ല എന്ന ഒരു നിർദ്ദേശം CBSE പുറത്തിറക്കിയിട്ടുണ്ടല്ലോ സാർ. അത് നേരത്തെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് തയ്യാറെടുപ്പോട് കൂടിയാണോ മകൾ പരീക്ഷയ്ക്ക് പോയത്? നിശ്ചയമായും ഞാനത് വായിക്കാം. അത് CBSEക്ക് ഈ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, അവർ 60 പേജുള്ള മാനുവലുണ്ട്. അതിന്റെ 25ാമത്തെ പേജിൽ ചാപ്റ്റർ നമ്പർ 12 സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ട് ഡ്രസ് കോഡ്. അതിനകത്ത് പറയുന്നുണ്ട് ലൈറ്റ് ഡ്രസ്സസ്, ലൈറ്റ് ക്ലോത്ത്സ് വിത്ത് ഹാഫ് സ്ലീവ്, നോട്ട് ഹാവിംഗ് ബിഗ് ബട്ടൺസ്, ബ്രോഡ് പാഡ്, ഫ്ലവേഴ്സ് എക്സെട്ര, വിത്ത് സൽവാർ ഒബ്ലിക് ട്രൗസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെയാണ് പോക്കറ്റ് പാടില്ലെന്നോ ജീൻസ് പാടില്ലെന്നോ മെറ്റാലിക് ബട്ടൺ പാടില്ലെന്നോ പറയുന്നത്? ശരി, ഈ ബിഗ് ബട്ടൺസ് എന്നതിനകത്ത് ജീൻസിന്റെ ബട്ടൺ എന്ന അർത്ഥം ഇല്ല അല്ലെ? ഇല്ല, അത് ആ ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് വല്ല ബട്ടൺ ക്യാമറയോ ഇതോ അതുമാതിരിയുള്ള സംവിധാനങ്ങൾ എവിടെയുള്ള ഇൻസ്ട്രക്ഷൻ ആണത്. ശരി, എന്നിട്ട് ഈ തരം മകൾക്ക് അപമാനമായി തോന്നിയ, അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതാൻ വരുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ അവരെ ആകെ ഡൗൺ ആക്കി കളയുന്ന രീതിയിലുള്ള ഈ പരിശോധന, ഇത് നിങ്ങൾ അവിടെ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്യാൻ CBSEയുടെ ഒരു ഒഫീഷ്യൽ അവിടെ ഞങ്ങൾക്ക് അവൈലബിൾ, ഞങ്ങൾക്ക് ആക്സസിബിൾ ആയിരുന്നില്ല. അവൈലബിൾ അല്ലെന്ന്
ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നില്ല. മാത്രമല്ല അവിടെ ഇത്തരം ചോദ്യം ചെയ്യലും മറു ചോദ്യം ചെയ്യലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ആ സ്ഥിതി കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് ശ്രമിച്ചിരുന്ന രക്ഷിതാക്കളെ പോലും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതേപോലെ അനുഭവമുള്ള വിദ്യാർത്ഥിനികൾ, ഇതേ സമാന സ്വഭാവത്തിൽ അപമാനിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്തു? അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു, അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ചാനലിൽ ആൾക്കാർ വരുന്നതും ഈ വിവരം പുറം ലോകം അറിയുന്നതും. അല്ലെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തമ്മിൽ സംസാരിച്ച് അവിടെ അങ്ങനെ അരിഞ്ഞു പോയേനെ ഈ സംഭവം. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീമതി അഡ്വക്കേറ്റ് OM ശാലീന, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ CBSEയുടെ ചട്ടങ്ങളനുസരിച്ച് അല്ലെങ്കിൽ CBSE പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിലെ നിർദ്ദേശങ്ങളനുസരിച്ച്, നിയമാവലി അനുസരിച്ച് കനത്ത സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ശേഷം വേണം നീറ്റ് പരീക്ഷ എഴുതാൻ. കോടതിയുടെ തന്നെ നിർദ്ദേശമനുസരിച്ചാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അത് കൃത്യമായി പാലിക്കപ്പെടുമ്പോൾ ഈ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൃത്യമായി പാലിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് താങ്കൾ എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ അപമാനിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മാനസിക വിഷമം പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് ഖേദകരമാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്ന ഒരു വസ്തുത നിലനിൽക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ച ഒരു ഭാഗമുണ്ട്. ലൈറ്റ് ക്ലോത്ത്സ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ കുറിച്ച് മാത്രം ഞാൻ പറയണം. ലൈറ്റ് ക്ലോത്ത് എന്ന് പറയുന്നതിൽ ഖനം കുറഞ്ഞ വസ്ത്രങ്ങൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഖനം കുറഞ്ഞ തുണി എന്നുള്ളതാണ്. ജീൻസ് ഒരിക്കലും ഒരു ഖനം കുറഞ്ഞ തുണിയല്ല. മറ്റൊന്ന്, അതിൽ വ്യക്തമായി പറയുന്നു അതൊന്ന് ക്ലിയർ ചെയ്യാം. അതിൽ അലൗഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ജീൻസ് ഉണ്ട്. അതെ, ജീൻസ് ആണെന്നുണ്ടെങ്കിലും ബിഗ് ബട്ടൺ എന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ചും മെറ്റാലിക്. ഇനി മറ്റൊരു കാര്യം, ബാർഡ് ഐറ്റംസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ എനി മെറ്റാലിക് ഐറ്റം എന്ന് ക്ലോസ് Fൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ വന്ന ആളുകളിൽ വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരത്തിലുള്ള മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഫ്രിസ്കിങ്ങിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്നു എന്നുള്ളതും നമ്മളൊരു മറുഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നേരിടേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയോ അവിടെ എന്നുള്ള ഒരു സംശയം നമുക്ക് അവിടെ ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പരീക്ഷയുടെ നടത്തിപ്പിൽ വന്ന വളരെ വ്യക്തമായ വിപുലമായ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി 2015 ഇതിന് കർശനമായ നിർദ്ദേശങ്ങൾ വേണം എന്ന് തീരുമാനിച്ചത്. സമ്മതിച്ചു, അതെല്ലാം അതിന്റെ ചരിത്രമാണ്. ശരി, അതിന്റെ പശ്ചാത്തലമാണ്. ശ്രീമതി ശാലീന, താങ്കൾ പറഞ്ഞു മറുഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ഈ ഭാഗത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ നോക്കൂ, ഈ വിദ്യാർത്ഥിനികളുടെ ഭാഗത്ത് നിന്ന് കൂടി കാര്യങ്ങൾ നോക്കൂ. ഒരാൾക്ക് മതി, ഒരു 50 പേർ 500 പേർ എഴുതുന്നിടത്ത് 450 പേർക്കും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഒരാൾക്കുണ്ടായാൽ മതി ഈ അനുഭവം. അവരുടെ ഇന്നർവെയർ വരെ ഊരി മാറ്റി വെച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ആ കുട്ടിയെ പരീക്ഷ എഴുതേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ആവാൻ പാടില്ലാത്തതാണ്. അത്തരത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ മാനസികാവസ്ഥ പരീക്ഷ എഴുതുന്നതിന് മുൻപ് മാനസിക വീര്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. താങ്കൾ അതിനെ കാണുന്നത് CBSEയുടെ നിയമാവലികൾ ലംഘിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം എന്ന നിലയിലാണ്. അങ്ങനെ കൂടി അതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ 2015 കഴിഞ്ഞ 2015 അതുപോലെ 2016 പരീക്ഷകൾ നടന്നു. ആ 2 വർഷങ്ങളിലും ഈ ഡ്രസ് കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മീഡിയയിൽ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിലൊക്കെ എൻ്റെ ഹെയർ പിൻ ഊരി പരിശോധിച്ചു, എൻ്റെ ഹെയർ ബാൻഡ് ഊരി പരിശോധിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങൾ നെറ്റിലൂടെയൊക്കെ പല സ്ഥലങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലുമുള്ള കുട്ടികൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും 2017 നടക്കുന്ന ഒരു പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഒന്നുകിൽ ഈ ഫ്രിസ്കിംഗ് ഉണ്ടാകും, അതും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്.
The candidates will be subjected to extensive and compulsory frisking before entering the examination center with the help of highly sensitive metal detectors. അപ്പം ഇങ്ങനെ പറയുന്ന ഒരു നിർദ്ദേശത്തിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന വ്യക്തികൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള ബട്ടണുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, കാരണം ജീൻസ് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ജീൻസിൽ മെറ്റാലിക് ബട്ടണുമുണ്ട്, പ്ലാസ്റ്റിക് ബട്ടൺസും ഉണ്ട്. അപ്പം അത്തരത്തിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ഒഴിവാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതാൻ കുട്ടികൾ പോകാൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എപ്പോഴും നിയമത്തെ താങ്കളിലേക്ക് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഇവിടെ OM ശാലിനിയുടെ നിലപാട് വ്യക്തമാണ്. ഇത് ഇങ്ങനെ ഒരു തരത്തിലുമുള്ള കള്ളത്തരങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി പരീക്ഷാ സംവിധാനം സുശക്തമായി കനത്ത സുരക്ഷയൊക്കെ ഒരുക്കി മറ്റൊരു തരത്തിലുള്ള കള്ളക്കളികളും നടക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശാനുസരണം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നിയമാവലികൾ, ആ നിയമാവലികളിലെ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിൽ സ്വീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ പോലും ഉണ്ടായ ഒരു ദുരനുഭവം എന്ന നിലയ്ക്കാണ് ഇതിനെ ശ്രീമതി ശാലീന കണ്ടത്. ശ്രീമതി ശാലീന ഒരു പരീക്ഷ എഴുതാൻ പോവുകയോ അല്ല മറ്റെവിടെയെങ്കിലും പോവുകയോ ചെയ്യുകയാണെങ്കിൽ അടിവസ്ത്രം ഊരി മാറ്റി വെച്ചിട്ട് അകത്ത് കയറുമെന്ന് പറഞ്ഞാൽ കയറാൻ തയ്യാറാണ് എങ്കിൽ അതിനെ അവർ പറഞ്ഞതിനെ അംഗീകരിക്കാം. എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എങ്ങനെയാ വസ്ത്രത്തിൽ എന്ത് കനത്ത സുരക്ഷയാ, എന്ത് മാനദണ്ഡങ്ങളാണ് ഉള്ളത്, എന്ത് സുതാര്യത പരീക്ഷ നടത്തണമെങ്കിൽ അതിന് ഹാളിൽ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ CBSE പറയുന്ന നിയമാവലിക്കകത്ത് മനുഷ്യന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്ന നിയമാവലി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെഴുതണം എത്രയും പെട്ടെന്ന്. അതിനുവേണ്ടി എല്ലാവരോടും ഒരുമിച്ച് രാഷ്ട്രീയമൊക്കെ മറന്ന് നിൽക്കേണ്ട സമയമാണ്. ഒരു പെൺകുട്ടിയെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനവും മൗലികാവകാശ ലംഘനവും, ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുവന്നിട്ടുള്ള മൗലികാവകാശ ലംഘനവും, സർവോപരി ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ മേലും ആത്മാഭിമാനത്തിന് മേലുമുള്ള കടന്നുകയറ്റമാണ്. അല്ല, ജീൻസിന് പ്ലാസ്റ്റിക് ബട്ടൺ എവിടെയാ? ഞാനൊക്കെ കണ്ടിട്ടുള്ള ജീൻസിനെല്ലാം മെറ്റാലിക് ബട്ടണാണ് ഉള്ളത്. കുട്ടികൾ ജീൻസ് ഇടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇടുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരറ്റത്തൊരു മെറ്റാലിക് ഇതുണ്ട് എന്ന് പറഞ്ഞ് കർശനമായി പരിശോധിക്കുന്നെങ്കിൽ ആ പരിശോധന അത്തരം പ്രോസ്പെക്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ആരാ മറ്റ് ഡ്രസ്സ് വിട്ട് ധരിച്ച് പോകുന്നത്? കുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അതിനുപരി അവർ പരീക്ഷ എഴുതാനെ പോലെ അവർ ഭീകരരൊന്നുമല്ല. നിയമം എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ നിയമം പ്രായോഗികതയ്ക്ക് നിരക്കാത്തതാണ് എങ്കിൽ അത് എഴുതി വെച്ചവർക്ക് പരിശോധിക്കണമെന്നതിനേക്കാൾ ഉപരിയായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെ ഹനിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില കേന്ദ്രങ്ങളെ നടന്നിട്ടുള്ളൂ. മറ്റു ചില കേന്ദ്രങ്ങളിലൊക്കെ ഇത് നടത്തിയ ആളുകൾക്ക് നിയമമുണ്ട് എങ്കിൽ പോലും അവരുടെ തലയിൽ ആളുതാമസമുണ്ട്. കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയും വലിയ വേദന ഉണ്ടാക്കി, അപമാനം ഉണ്ടാക്കി മറ്റെന്ത് മനുഷ്യർ സഹിക്കും? ആത്മാഭിമാനം മുറിവേൽക്കപ്പെട്ടാൽ മനുഷ്യന് വല്ലാത്ത സ്വാഭാവിക അസ്വസ്ഥതയും മാനസിക അസ്വസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. പരീക്ഷ എഴുതുന്ന സമയത്ത് അവരെ ജീൻസിൻ്റെ അറ്റത്തുണ്ടെന്നും ഒരു മെറ്റാലിക് ഇതുണ്ടെന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയോ ഡ്രസ്സ് ഊരി വാങ്ങിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരെ ശ്രദ്ധിച്ചാൽ പോരെ? അതിനപ്പുറത്ത് ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ഹാളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ മറ്റു രീതിയിൽ അല്ലെ മാൽ പ്രാക്ടീസ് കാണിക്കുന്നവരാണ് എന്ന വലിയൊരു മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ഒരു അവസ്ഥയും വളരെ ദുഷ്കരമാണ്, ദുഃഖകരമാണ്. ഇക്കാര്യത്തിൽ CBSEയുടെ നിയമാവലി അടിയന്തരമായി പൊളിച്ചെഴുതുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അല്ലാതെ ആരെങ്കിലും പെൺമക്കളെയൊക്കെ വസ്ത്രം ഉരിയിച്ച് പുറത്തിടിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചിന്താ ജെറോം, ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിനെയാണ് ശാലീന വിശദീകരിച്ചത്. ആ കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ ആ കോണ്ടെക്സ്റ്റുമായി ചേർത്ത് വെക്കുമ്പോൾ ശരിയാണ് എന്ന വാദമാണ്, അല്ലെങ്കിൽ അതിനെ മറുഭാഗത്തു നിന്നുകൂടി കാണണം എന്ന വാദമാണ് ശാലീന ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. അതേസമയം ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ ഇതൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇത് സ്ത്രീകളുടെ, വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥിനികളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. ഇത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. ഇത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രം കണ്ടാൽ മതിയോ, അതോ ഇതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ടോ? അതിനെ ഏത് നിലയ്ക്ക് ആണ് അതിൽ ഇടപെടൽ നടത്തേണ്ടത്? എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? കേരളത്തിൽ മാത്രം നീറ്റ് പരീക്ഷ എഴുതിയത് 80,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിലാകെ 11 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം 16-17 വയസ്സ് പ്രായമായ കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതാൻ എത്തിയിരിക്കുന്നത്. ഈ കുട്ടികളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, നമ്മളുടെ പരീക്ഷകളെക്കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ ഓർമ്മ പരീക്ഷകളാണ്, അറിവ് അളക്കുന്നതിന് വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്തുമായിക്കോട്ടെ,
ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒരു കുട്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ മാനസിക സമ്മർദ്ദം എത്രമേൽ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുള്ളവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ കുട്ടികളെ ടെൻഷൻ ഫ്രീ ആക്കി സമ്മർദ്ദമില്ലാതാക്കി അവരെ പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കുക എന്നത് രക്ഷിതാക്കളുടെയും നല്ലൊരു ഭൗതിക സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നത് അധ്യാപകരുടെയും കടമയാണ്. ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടെ ആദ്യ 15 മിനിറ്റ്, പരീക്ഷയുടെ ആദ്യ 15 മിനിറ്റ് അവർക്ക് ടെൻഷൻ ഫ്രീ ആകുന്നതിന് വേണ്ടി കൂൾ സോൺ ആയിട്ടാണ് പലപ്പോഴും നടപ്പിലാക്കുന്നത്. CBSE ഇവിടെ വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ കോപ്പിയടി തടയാൻ വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കാണ് ഈ നിയമാവലി കൊടുക്കുന്നത് എന്ന കാര്യം വളരെ വിരോധാഭാസത്തോടു കൂടി വേണം നമ്മൾ കാണാൻ. വിദേശ രാജ്യങ്ങളിലേക്ക്, ശത്രു രാജ്യങ്ങളിലേക്ക് ചെല്ലുന്ന ആളുകളെ പരിശോധിക്കുന്ന തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടാണ് പരീക്ഷാ ഹാളിലേക്ക് 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളെ കയറ്റിവിടുന്നത്. ഇത് കേരളത്തിൽ മാത്രം നടന്ന സംഭവമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ അടിവസ്ത്രത്തിനകത്ത് മെറ്റലുള്ള ഏതെങ്കിലും ക്ലിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബട്ടണുകളോ ഉണ്ടെങ്കിൽ അത് അഴിച്ചു വച്ചിട്ട് മതി നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നത് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാകുന്ന ആത്മാഭിമാന ക്ഷതം അത് ആ പരീക്ഷ എഴുതി തീരുന്നതോടുകൂടി തീരുന്നതല്ല, ജീവിതകാലം മുഴുവൻ അവളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു കോണ്ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം കടുത്ത സ്ത്രീവിരുദ്ധമായിട്ടുള്ള സംഭവമാണ്, വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള സംഭവമാണ്, മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഒരിക്കലും ഒരു പൊതുസമൂഹത്തിന്, വളരെ പരിഷ്കൃതമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാടത്തം നിറഞ്ഞ സമീപനം തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശരിയായ പഠനങ്ങൾ നടക്കണം. എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBSEയുടെ ഗൈഡ് ലൈൻസ് ഉൾപ്പെടെ നവീകരിക്കണമെങ്കിൽ നമ്മൾ എന്തിനാ അതിനകത്ത് മോശം കാണുന്നത്? നവീകരിക്കുന്നതിനകത്ത് എന്തിനാ അതിനകത്ത് പ്രയാസമുണ്ടാകുന്നത്? വിദ്യാർത്ഥി പക്ഷത്ത് നിന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈ കുട്ടികളാണ് നാളെ ഇന്ത്യയുടെ കരുത്തായി മാറേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. താങ്കൾ പറഞ്ഞു മറുഭാഗത്തു നിന്ന് കൂടി കാര്യങ്ങൾ കാണണമെന്ന്. മറുഭാഗത്തു നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇതേപോലെ ബട്ടൺ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചില വീഴ്ചകൾ, ആ വീഴ്ചകൾ ഞാൻ പറയുന്നില്ല, ഈ തരത്തിൽ വേഷവിധാനം ചെയ്തിട്ടുള്ള ആളുകൾ അവരെ വേണ്ട രീതിയിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി പരീക്ഷ എഴുതാൻ അനുവദിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഈ ദുരനുഭവം ഉണ്ടായ 2, 3, 4, 10 കുട്ടികളുടെ കാര്യം മാത്രമല്ല, അതല്ലാതെ അകത്ത് കയറി പരീക്ഷ എഴുതിയവരിലും അതിൽ പരിശോധന നടത്തിയ തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥരുടെ സാമാന്യ ബുദ്ധിയും വിവേകവും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കാതെ ബോധപൂർവം ഈ പറയുന്ന നിയമാവലികളിൽ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് അത് സ്ട്രിക്റ്റായി ആരുടെ അന്തസ്സിന് മുറിവേറ്റാലും ആരുടെ ആത്മാഭിമാനം ഇല്ലാതായാലും എന്തെല്ലാം മാനസികമായ പരിക്കേറ്റാലും ഇത് നടപ്പാക്കുമെന്ന് ദുഷാഢ്യമുള്ള, തലയിൽ ആളുതാമസമില്ലാത്ത ആളുകൾ ചെയ്ത കാര്യങ്ങളാകുമ്പോഴാണ് ഇതിലെ മനുഷ്യാവകാശ ലംഘനം എന്ന പോയിന്റ് പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെടുന്നത്. അവിടെയാണ് മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നടന്ന ഒരു പെൺകുട്ടിക്ക് അടിവസ്ത്രം അഴിച്ചു വെക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് ശരിയാണ് എന്നല്ല. എനിക്ക് ശ്രീമതി ബിന്ദു കൃഷ്ണയോട് പറയാനുള്ളത്, ഇനി ശാലിന അങ്ങനെ ഒരു പരീക്ഷ പോയി എഴുതട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ വസ്തുത എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർശനമായ പരിശോധന ഉണ്ട് എന്നറിയുന്ന സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതെ നോക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്ന് മാത്രമാണ്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇത്രയും കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളൊരു വസ്തുതയും കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ എത്ര ചെറിയ ഡിവൈസിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിലും ക്യാമറകൾ ഒളിപ്പിച്ചു വെക്കാം. അപ്പോൾ അതുകൊണ്ട് ക്യാമറകൾ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒളിപ്പിച്ചു വെക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പണ്ടുണ്ടായിരുന്ന നിബന്ധനകളിൽ നിന്നും വ്യത്യസ്തമായ നിബന്ധനകൾ വന്നത്. അപ്പോൾ ആ നിബന്ധനകൾ പാലിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്. താങ്കൾ പറഞ്ഞതിലെ അപകടം ഈ വ്യക്തമായ ഗൈഡ് ലൈൻ ഉള്ള സമയത്ത്, ശ്രീമതി ശാലീന, താങ്കൾ പറഞ്ഞതിലെ ഒരു അപകടം ഇങ്ങനെ വ്യക്തമായ ഗൈഡ് ലൈൻ ഉള്ളപ്പോൾ തന്നെ അതെങ്ങനെ നടപ്പാക്കണം എന്നതിലെ വിവേകം ഉപയോഗിക്കാതെ പോയി എന്നതാണ്. അതിനെ നിങ്ങളൊരു കോണ്ടെക്സ്റ്റിന്റെ ഭാഗമായി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ദുരനുഭവം ഉണ്ടായ 1, 2, 3 വിദ്യാർത്ഥിനികളാണെങ്കിൽ പോലും
അവരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞ ഈ പറയുന്ന മാൽ പ്രാക്ടീസസ്, അതായത് സാങ്കേതിക സൗകര്യങ്ങൾ, അതിൻ്റെ പുത്തൻ സാങ്കേതിക ഈ ടെക്നോളജി ഉപയോഗിച്ച് നടത്താൻ സാധ്യതയുള്ളത്. മേഡം, ലോകത്താകമാനം പരീക്ഷാ നടത്തിപ്പ് രീതികൾ തന്നെ മാറിക്കഴിഞ്ഞു. അത്യാധുനികമായ പരീക്ഷാ നടത്തിപ്പ് രീതി, അവരവരുടെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാവുന്ന കാലം എത്തിക്കഴിഞ്ഞു. ഓപ്പൺ ബുക്ക് എക്സാം എന്ന കുറെ കൂടി പുതിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. അവിടെയാണ് വസ്ത്രമഴിച്ച് പരിശോധിച്ച് മാറ്റി നിർത്തുന്ന ഈ കാടത്തം നിറഞ്ഞ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. വസ്ത്രമഴിച്ച് പരിശോധിച്ച് അത് മാറ്റിവെക്കാൻ പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹം ചെയ്ത കാര്യത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാം. കാരണം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ CBSE കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. മറ്റുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉന്നയിക്കപ്പെടാതിരുന്നതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് അടിവസ്ത്രം മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് ഖേദകരമാണ്. അത്തരത്തിലൊരു സംഭവം സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് ശിരോവസ്ത്രം ധരിക്കുന്ന വിഷയം എത്തിയപ്പോൾ തന്നെ സുപ്രീം കോടതി അതിൽ ഇടപെടാതിരിക്കുകയും അങ്ങനെ വരുന്ന സമയത്ത് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ഡിസിഷൻ പാലിക്കപ്പെടുകയാണ് ചെയ്തത്. ആ സിംഗിൾ ബെഞ്ചിൻ്റെ ഡിസിഷനിൽ പറയുന്നത് തങ്ങളുടെ, കാരണം ഈ ഒരു ഡ്രസ് കോഡിൽ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് എന്നാണ് പറയുന്നത്. അപ്പം ഫുൾ സ്ലീവ് ധരിക്കേണ്ട ആളുകൾ അരമണിക്കൂർ മുമ്പ് എക്സാം ഹാളിലെത്തി വേണ്ട വിധത്തിലുള്ള പരിശോധന, മര്യാദയ്ക്കുള്ള പരിശോധന, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയരായി തങ്ങളുടെ വസ്ത്രം, ആ വസ്ത്രത്തിൽ അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഹൈക്കോടതി വിധി. അപ്പോൾ അതുകൊണ്ട് ആ വിധിയും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന അവസരത്തിൽ അത് പാലിക്കാൻ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ തയ്യാറാക്കുന്ന മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നോ അല്ലെങ്കിൽ എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാൻ വരാം. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ ശിരോവസ്ത്രം, ആഭരണങ്ങൾ, ഷൂസ് എന്നിവ ധരിക്കുന്നവർക്കും പരീക്ഷാ ഹാളിൽ വിലക്കുണ്ടായിരുന്നു. ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള അനുമതിക്കായി നിയമ പോരാട്ടം നടത്തി വിജയിച്ച അഡ്വക്കേറ്റ് ഷമീം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഷമീം, ശിരോവസ്ത്രം അഴിപ്പിച്ച് പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടുന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഈ നീറ്റ് പരീക്ഷയിലും ചിലയിടങ്ങളിലെങ്കിലും. എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ കാണുന്നത്? എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചപ്പോൾ ലഭിച്ച പുറത്തു വന്ന വിധി? ഓക്കെ, കഴിഞ്ഞ വർഷം ഇതേ ഇഷ്യൂവിന്റെ പുറത്ത്, ഈ നോട്ടിഫിക്കേഷന്റെ പുറത്ത് ഇതിലെ കണ്ടീഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ആർട്ടിക്കിൾ 25 വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഈ കേസുമായി, ഈ അർജുമായി നമ്മൾ അന്ന ബിന്ത് ബഷീർ എന്ന കുട്ടിക്ക് വേണ്ടി ഞാൻ ഹാജരായി. അപ്പൊ അതിൽ നമ്മൾ ഉന്നയിച്ച മെയിൻ വാദം, കാരണം ആദ്യം മുതലേ CBSEയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഈ കുട്ടിക്ക് മാത്രം പെർമിഷൻ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷെ നമ്മൾ ഉന്നയിച്ച വാദം ഇത് ഒരു റിക്കറിംഗ് ഇഷ്യൂ ആണ്. സോ ദാറ്റ് ഇഷ്യൂ ഹാസ് ടു ബി സോൾവ് വൺസ് ഫോർ ഓൾ. ഇതായിരുന്നു നമ്മളെ വാദം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കുട്ടികൾ കൂടി, ഇത് ഒരു കുട്ടിയുടെ പ്രശ്നമല്ല, അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു കോടതിയിൽ നമ്മൾ ഉന്നയിച്ച വാദം. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെയധികം ഡീറ്റെയിൽ ആയുള്ള വാദം നടക്കുകയും ജസ്റ്റിസ് മുസ്താഖ് അഹമ്മദ് സാറിന്റെ വളരെ ഡീറ്റെയിൽ ആയുള്ള ജഡ്ജ്മെന്റ് ആണ് വന്നത്. ആ ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മുൻപ് ആന്ധ്രാപ്രദേശിലുണ്ടായ ഒരു വിധിയും എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് വളരെ വിശദമായിട്ട് പറഞ്ഞ, അതിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് എന്നുള്ള ആ ഒരു സംഗതി കോടതി എടുത്തു പറയുകയും അതിൽ ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഉന്നയിച്ച വാദത്തിന്റെ ഫൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പാരഗ്രാഫിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ, ആ റൈറ്റിന്റെ പ്രൊട്ടക്ഷനുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം CBSEക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പരീക്ഷ നടത്തേണ്ടത് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അവിടെ മാൽ പ്രാക്ടീസ് അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതും എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് കോടതി എന്ന് പറഞ്ഞു വെച്ചാൽ കുട്ടികൾ അരമണിക്കൂർ മുന്നേ വന്നാൽ മതി, എന്നിട്ട് വേണ്ട പ്രിസ്ക്രൈബ് പ്രോസസ്സിന് ദേ ഷുഡ് ബി സബ്ജക്റ്റഡ് ടു ദി നെസസറി പ്രിസ്ക്രൈബ് പ്രോസസ്. അതിന് നമുക്ക് ആർക്കും ഒരു ഒബ്ജക്ഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി വളരെ ക്ലിയർ ആയിട്ട് ആ ലാസ്റ്റ് പാര വായിച്ചു കഴിഞ്ഞാൽ മാത്രം മതി,
ഒരു 10-30 പേജുള്ള ഏകദേശം 45 പാരഗ്രാഫിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ കോടതി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതിന് തടസ്സം നിൽക്കരുത്. അതുപോലെ തന്നെ CBSE റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോടതി അതിനകത്ത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അതായത് പൗരൻ എന്ന നിലയിൽ ഉള്ള അവകാശങ്ങൾ, മൗലികാവകാശം സംരക്ഷിക്കപ്പെടുകയും അതേസമയം തന്നെ സുതാര്യവും സത്യസന്ധവും ആയ രീതിയിൽ പരീക്ഷ നടത്താൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്ക് അല്ലെങ്കിൽ സുരക്ഷാ നടപടികൾക്ക് അതിനെ മാറ്റി നിർത്താനും കഴിയില്ല. അത്തരം സുരക്ഷാ നടപടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ആ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്ന പേരിലാണ് അടിവസ്ത്രം അഴിച്ചുവെച്ച് പരിശോധിച്ച് പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടുന്ന ഒരു രീതി കേരളത്തിൽ കണ്ടത്. ഇത്തരം വിഷയങ്ങൾ കോടതിയിലെത്തുമ്പോൾ ഏത് നിലയ്ക്കായിരിക്കും കോടതി അതിനെ പരിഗണിക്കുക? അഡ്വക്കേറ്റ് ഷമീം. അതെ, ഇതിൽ കോടതി പറയുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻ. അങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ അടിവസ്ത്രം അഴിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റിലേക്ക് കോടതി പോയിട്ടില്ല. ഓക്കെ, ഇപ്രാവശ്യം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരു കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ മുന്നിലുണ്ടായില്ല. കോടതി അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഫ്രിസ്കിംഗിലേക്ക് പോയില്ല, നെസസറി ഫ്രിസ്കിംഗ് പ്രോസസ് അതിനെ പറഞ്ഞു. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എക്സീഡിംഗ് എ പെർട്ടിക്കുലർ ലിമിറ്റ്, ഈവൻ ദാറ്റ് ക്യാൻ ബി ചാലഞ്ച് ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ചാലഞ്ച് അക്കോർഡിംഗ് ടു മീ. കാരണം ഇതിലും വളരെയധികം എത്രയോ പരീക്ഷകൾ ഇന്ത്യയിൽ നടക്കുന്നു, ഇതിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള എത്രയോ പരീക്ഷകൾ നടക്കുന്നു, ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള പരീക്ഷകൾ. അവിടെയൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഫ്രിസ്കിംഗ് പ്രോസസ്. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് എ പെർട്ടിക്കുലർ ലിമിറ്റ്, ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എ ക്വസ്റ്റൻ ഓഫ് എനി പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഇതൊരു എൻ്റെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ബാധകമാണ്. നോട്ട് ഓൺലി മെയിൽ, ഫീമെയിൽ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എൻ എൻറ്റയർ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഈസ് ഗെറ്റിംഗ് ഹരാസ്ഡ് ബൈ ദിസ്. സോ ഈവൻ ദാറ്റ് എക്സ്റ്റെൻഡ് ഹാസ് ടു ബി ചാലഞ്ച് അക്കോർഡിംഗ് ടു മീ. റൈറ്റ്. നീറ്റ് പരീക്ഷയിലുണ്ടായ മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഉള്ളത്. ചിന്താ ജെറോം, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, അഡ്വക്കേറ്റ് OM ശാലീന എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഈ വിഷയത്തിൽ എന്താണ് മഹിളാ കോൺഗ്രസിൻ്റെ നിലപാട്? പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ അപമാനകരമായ സംഭവത്തിൽ നിയമപരമായ സാധ്യതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് മനുഷ്യാവകാശത്തിൻ്റെയും മൗലികാവകാശങ്ങളുടെയും ലംഘനമായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ പോകുന്നത്? എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? തീർച്ചയായും ഇതിലെടുക്കാൻ പോകുന്ന നിലപാട് യാതൊരു സംശയവുമില്ല, ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവും സർവോപരി അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും റൈറ്റ് ടു ലൈഫ് അടക്കം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് നിയമപരമായി തന്നെ നേരിടേണ്ടതാണ്. ഇത് സംബന്ധിച്ച് സ്വാഭാവികമായി നിയമ നടപടികൾ ഉണ്ടാവുമെന്നുള്ളതിൽ സംശയമില്ല. ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ചർച്ചയായി ഇന്ന് മുഴുവൻ മാധ്യമങ്ങളും എടുത്ത ഒരു വിഷയം ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മഹിളാ കോൺഗ്രസിന് മറിച്ചൊരു നിലപാടില്ല. ഏതിൻ്റെ കാര്യത്തിലായാലും ഇന്ന കാര്യങ്ങൾ ചെയ്തേ പരീക്ഷാ ഹാളിലേക്ക് വരാവൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് വരാൻ കഴിയും. വസ്ത്രം അന്വേഷിച്ച് അവനവനുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്ന, അല്ലാതെ ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി പ്രത്യേകം വസ്ത്രം വാങ്ങുന്ന ഒരു കൾച്ചർ കേരളത്തിലല്ല, രാജ്യത്തല്ല, ലോകത്തൊരിടത്തുമില്ല. ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പോൾ അത് പ്രായോഗികമാണോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും അരമണിക്കൂർ മുമ്പ് ഹാളിലെത്തി എല്ലാ ഈ വസ്ത്രങ്ങളും മറ്റും പരിശോധിക്കണമെന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ ആ പരിശോധന പോലും ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ടേ ആകാവൂ. എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത് ആ സ്റ്റിപ്പുലേഷൻസ് വളരെ നല്ലതാണ് എന്ന് അതിനെ ഒന്ന് സാധൂകരിക്കാൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അത് അപകടകരമാണ്. ആരുടെ കാര്യത്തിലായാലും അത് പാടില്ല. മതവിശ്വാസത്തിൻ്റെ പേരിലായാലും അല്ലാതെ ആയാലും ഇത്തരം കാര്യങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഹനിക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും റദ്ദാക്കപ്പെടേണ്ടതാണ്. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ ആ ലിമിറ്റേഷൻ ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം, ഇതിന് എന്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് ചെയ്ത ആളിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ ഒരു അധികാര കേന്ദ്രവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിന് നേതൃത്വം ഇതിൽ സ്വാഭാവികമായും മറുഭാഗത്തുള്ളവർക്ക് നേരത്തെ ശ്രീമതി ശാലീന പറഞ്ഞതുപോലെ തന്നെ ന്യായങ്ങൾ പറയാനുണ്ടാകും. ഫുൾ സ്ലീവ് ധരിച്ചു വരരുത്, അത്തരം സൽവാറുകൾ ഇട്ടുവന്നവരുടെ കൈ പകുതിയായി കട്ട് ചെയ്ത് മാറ്റി അവരെ പരീക്ഷാ ഹാളിലേക്ക് കടത്തുന്നു. മെറ്റാലിക് ബട്ടണുകൾ പാടില്ല, അതിട്ട് വന്നവരെ ആ രീതിയിൽ അവർ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. ചിലർക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തുപോയി വസ്ത്രം തന്നെ മാറി പരീക്ഷ എഴുതേണ്ടി വരുന്ന, അവിടെയൊക്കെ സാങ്കേതികമായി ഒരുപക്ഷെ നിയമത്തിന് മുന്നിൽ പോലും സാങ്കേതികമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മറുവാദത്തിന് ശക്തി പകരുന്ന ചില
നിർദ്ദേശങ്ങൾ ഈ നിയമാവലിയുടെ ഭാഗമായി തന്നെയുണ്ട്. ഇതിലൊരു പരിഷ്കാരം വരുത്തുക എന്നുള്ളതാണോ ചെയ്യാൻ കഴിയുക? അതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥിനികൾക്കുണ്ടായ അപമാനം, അതുമൂലം അവർക്കുണ്ടായി നേരിടേണ്ടി വന്ന അനീതി, ഇതിനെങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക? ഇത്തരത്തിലുള്ള മറുവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം അത് ആർക്ക് വേണ്ടിയാണ്? എഡ്യൂക്കേഷൻ ഫോർ ഹോം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി മാറി, സ്റ്റുഡൻറ് ഫ്രണ്ട്ലി എന്നുള്ളത് പോലും മാറി, സ്റ്റുഡൻറ് സെൻറ്റേർഡായി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം വിദ്യാഭ്യാസം എന്ന നിലപാടിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളിലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ പോലും അവരെ അന്നേരം ശിക്ഷിക്കില്ല, പിന്നീടാണ് അതിൻ്റെ നടപടികളിലേക്ക് പോകുന്നത്. അത്രമേൽ അവരെ കെയർ ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള അവസരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അവരുടെ നല്ലതിന് വേണ്ടിയാണ്, അല്ലാതെ അവരെ തളർത്താനോ അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുവാനോ വേണ്ടി ആയിരിക്കരുത് ഇത്തരം സമ്പ്രദായങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ സിവിൽ സർവീസ് എക്സാംസ് നടക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ നിരവധി സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ ഒന്നും ഉയർന്നു കേൾക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇത്തരം സംഭവ വികാസങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ഉയർന്നു വരുന്നു? ഒരു ഘട്ടത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. രണ്ട് കാര്യങ്ങൾക്കകത്തും അഴിച്ചുപണി വേണം. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് മനുഷ്യത്വപരമായി പുനർവായിക്കുവാനും അതോടൊപ്പം പരിഷ്കരിക്കുവാനും തയ്യാറാകണം. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ കുറച്ച് വിവേകത്തോടു കൂടി ഇടപെടുക. വരുന്നത് കുട്ടികളാണ്, എല്ലാവരും കോപ്പിയടിക്കാരൊന്നുമല്ല, പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളാണ്. അവരെ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകുക, അവരെ അത്തരത്തിൽ അവരോടുള്ള സമീപനത്തിനകത്ത് വിവേകപൂർവമായ ഇടപെടൽ നടത്തുക. ഇത് രണ്ടും ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അഡ്വക്കേറ്റ് ശാലീന, മറുഭാഗത്ത് നിന്നുകൂടി കാര്യങ്ങൾ കാണണം ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ എന്ന നിലപാടെടുത്തത് കൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മഹിളാ മോർച്ചയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഗോപികൃഷ്ണൻ, ഞാൻ തുടങ്ങിയത് തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് നിർഭാഗ്യകരമായി പോയി എന്ന് പറഞ്ഞിട്ടാണ്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു പെൺകുട്ടിക്ക് തൻ്റെ അടിവസ്ത്രം അഴിച്ചു വെച്ച് പരീക്ഷ എഴുതേണ്ട ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തീർത്തും വേദനാജനകമാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മറുവാദം പറഞ്ഞത്, മറുഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണമെന്ന് പറഞ്ഞത്. ഓഡി ഓൾട്രം പാർട്ടം എന്ന് പറയുന്നത് അത് നിയമവ്യവസ്ഥയിലുള്ള ഒരു പ്രിൻസിപ്പിളാണ്. മറുഭാഗത്ത് കൂടി എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മഹിളാ മോർച്ചയുടെ അഭിപ്രായം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു മാനഹാനി സംഭവിക്കുന്ന അവസ്ഥകൾ, പരീക്ഷയുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്ന അവസരത്തിൽ പോലും അത്തരത്തിലുള്ള മാനഹാനി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നു തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കുകയാണെങ്കിൽ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ മെറ്റാലിക് ആയിട്ടുള്ള സംഗതികൾ ഘടിപ്പിക്കാത്ത, ബിഗ് ബട്ടൺസ് ഇല്ലാത്ത, ബ്രൂച്ചുകളില്ലാത്ത, ഫ്ലവറുകളില്ലാത്ത സൽവാറും ട്രൗസേഴ്സും ഉണ്ട്, ലഭ്യമാണ് മാർക്കറ്റിൽ. അതിന് പ്രത്യേകിച്ച് പോയിട്ട് അത്തരത്തിലുള്ളത് വേണമെന്ന് ചോദിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇത്തരം കുട്ടികൾക്കുള്ളത്. പുതിയ വസ്ത്രം വാങ്ങിച്ച് കല്യാണങ്ങൾക്ക് വരെ. അഡ്വക്കേറ്റ് ശാലീന, അതെല്ലാം ശരി, പക്ഷേ ഇവിടെ ഈ കുട്ടികൾക്കുണ്ടായിട്ടുള്ള അപമാനം, അവർ ഈ കാലം അത്രയും പഠിച്ച് പരീക്ഷ എഴുതാനെത്തിയപ്പോൾ അവരെ ആകെ ഇല്ലാതാക്കുന്ന, വൈകാരികമായി തളർത്തുന്ന, അവരുടെ മനസാന്നിധ്യത്തെ ഇല്ലാതാക്കുന്ന, പരീക്ഷ എഴുതാനുള്ള എല്ലാതരം മൂഡുകളും നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഇടപെടൽ ഉണ്ടായ ശേഷം ഏറ്റവും വലിയ ഡാമേജ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അവിടെയും ഈ അപമാനം ഏറ്റുവാങ്ങി ഈ പരീക്ഷയിൽ വലിയ നഷ്ടം അനുഭവിച്ച പെൺകുട്ടികളുടെ ദുഃഖം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഇതുപോലെ അപരിഷ്കൃതമായ രീതികൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന വലിയ ചോദ്യം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവിടെ പരീക്ഷ കോപ്പിയടി ഇല്ലാതാക്കാനുള്ള നടപടികൾ എടുക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം ഒരു സാമാന്യ യുക്തിക്കും പരിഷ്കൃത സമൂഹത്തിനും യോജിച്ച രീതിയിൽ കുട്ടികൾക്ക് അപമാനിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകാത്ത തരത്തിൽ അവരെ ഏറ്റവും കാം ആൻഡ് കൂളായി പരീക്ഷ എഴുതാൻ സജ്ജമാക്കുന്ന തരത്തിൽ അവരുടെ മനോനിലയെ, അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്താത്ത രീതിയിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന ഒരു ആധുനിക രീതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അവിടെയൊക്കെ എന്താണ് നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുക? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കും? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ഈ നിയമം എന്ന് പറയുന്നത് ഇപ്പം ഭാരതത്തിൽ നിലവിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള നിയമങ്ങൾ ഒരുപാട് ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഈ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ട് CBSE ഇത് പുറത്തിറക്കിയത് 2015-ലാണ്.
അത് നമ്മൾ മനസ്സിലാക്കണം. കേവലം 2 വർഷം മുമ്പ്, ആ 2 വർഷം മുമ്പ് ഇത്തരത്തിലൊരു നിയമാവലി, ഒരു ഡ്രസ് കോഡ്, അതുപോലെ തന്നെ ബാഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളുടെ പേരുകൾ, ഇതെല്ലാം CBSEക്ക് കൊണ്ടുവരേണ്ടി വന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വളരെ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി. നേരത്തെ ചിന്താ ജെറോം പറഞ്ഞു കുട്ടികളാണ് പരീക്ഷ എഴുതാൻ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അത്തരം കുട്ടികൾ നടത്തിയ ക്രമക്കേടുകളുടെ ഭാഗമായിട്ടാണ് വളരെ കർശനമായ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോകാനിടയായത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോയതിന്റെ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് ഞാൻ മറുഭാഗം കൂടി ചിന്തിക്കണം എന്നുള്ളൊരു വാദം ഞാൻ ഉന്നയിച്ചത്. അല്ലാതെ ഞാൻ ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഈ അപരിഷ്കൃതമായ രീതി നമുക്ക് അവസാനിപ്പിക്കണം. ഇതിനെതിരെ ശക്തമായ ശബ്ദം ഉയർന്നു വരേണ്ടതും മനുഷ്യാവകാശ ലംഘനം നടന്നു എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ നാണം കെട്ട അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥിനികൾക്ക് അന്തസ്സായി ഇരുന്ന് പരീക്ഷ എഴുതാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, അഡ്വക്കേറ്റ് OM ശാലീന, ശ്രീമതി ചിന്താ ജെറോം ഈ ചർച്ചയുടെ ഭാഗമായത്. ഇനി പൊളിമിക്സുമായി PT നാസറത്തും കാണും. ഗുഡ് ബൈ.